ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലൈഫിനെ പോസിറ്റീവാക്കി വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ലൈഫിനെ നമുക്ക് പോസിറ്റീവായി വെക്കാൻ സാധിക്കും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അത് നല്ലതുമാവാം ചീത്തയാവാം. നല്ല കാര്യങ്ങൾക്ക് നമ്മൾ എന്നും നന്ദിയുള്ളവരായിരിക്കുക. എന്നും രാവിലെ എഴുന്നേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നെഗറ്റീവ് തോട്ട്സിനെ അവോയ്ഡ് ചെയ്യുക. എന്ത് സിറ്റുവേഷനിലൂടെ കടന്നുപോയാലും അതിൽ എന്താണ് പോസിറ്റീവ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമതായി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. ലൈഫിൽ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടായാലും നമ്മൾ ഒരിക്കലും ഹെൽത്ത് കോൺഷ്യസ് അല്ലാതാവരുത്. ബോഡി ആൻഡ് മൈൻഡ് അതെപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് സൂക്ഷിക്കുക. നല്ല ഫുഡ് കഴിക്കുക, ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ് മീൻസ് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈൻഡും ബോഡിയും ഹെൽത്തി ആയി വെക്കാൻ പറ്റും. അടുത്തത് നമ്മൾ ടൈം കൊടുക്കുക. ലൈഫിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കാനും അതിൻ്റേതായ സമയമുണ്ടെന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ സമയം ആകുമ്പോൾ അത് സംഭവിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വരേണ്ട സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ള പോസിറ്റീവ് ഹോപ്പോട് കൂടി നമ്മൾ ജീവിക്കുക. നെക്സ്റ്റ്, നെവർ ലോസ് യുവർ ഹോപ്പ്. നേരത്തെ പറഞ്ഞതുപോലെ സമയമാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതുപോലെ പ്രതീക്ഷ കൈവിടാതിരിക്കുക. എല്ലാത്തിലും നമ്മൾ പോസിറ്റീവായൊരു കാര്യം പോസിറ്റീവായി സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഏതൊരു കാര്യവും ഫുൾ 100% ഡെഡിക്കേഷനോടുകൂടി നമ്മൾ ചെയ്യുക.